ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ബി ടു ജീസസ്. ഹല്ലേലൂയ. കാർമൽ റൂഹ മിനിസ്ട്രി കുടുംബാംഗങ്ങളെ, നമ്മളിപ്പോൾ കേൾക്കാൻ പോകുന്നത് ഒരു തർക്ക വിഷയമാണ് സിസ്റ്ററിന്റെ കയ്യിലിരിക്കുന്നത്. വലിയൊരു തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. സങ്കടത്തോടെയാണ് ഇത് വെളിപ്പെടുത്തുന്നത്. 1866 ഫെബ്രുവരി 13 വിശുദ്ധ കുര്യാക്കോസ് ചാവറ ഏലിയാസ് അച്ഛൻ, ഞങ്ങളുടെ പുണ്യപിതാവ്, സ്ഥാപക പിതാവ്, ഇങ്ങനെ 4 പേരെ കൂട്ടിക്കൊണ്ട് ഒരു പനമ്പ് മഠം സ്ഥാപിച്ചത്. അത് വാഗയിൽ ഏലീശ വിധവ, അവളുടെ മകൾ അന്ന, ത്രേസ്യ, ക്ലാര, ഈ 4 പേരെ വെച്ചിട്ടാണ്. അപ്പൊ ഞങ്ങൾ ചെറുപ്പം മുതലേ ആസ്പിറൻസ് തൊട്ട് കണ്ടു തുടങ്ങുന്നതാണ്. ഞങ്ങളുടെ എല്ലാ കോൺവെന്റുകളിലും ഇങ്ങനെ ഒരു ചിത്രം വെച്ചിട്ടുണ്ട്. 4 പേരെ പരിചയപ്പെടുത്തി, ആദ്യ അംഗങ്ങൾ. ഇനി ഇവിടെ പ്രശ്നം എന്താണ്? ഞങ്ങള് സുറിയാനി, ലത്തീൻ എന്നുള്ള ഒരു വിഭജനമാണ് ഇവിടെ വരുന്നത്. അത്ര വ്യത്യാസം മാത്രമേ ഉള്ളൂ CMC CTC തമ്മിൽ. സീറോ മലബാർ, അവർ ലത്തീൻകാർ. ഇനി ചാവറയച്ചൻ തന്നെയാണ് ഇതിന് കാരണവും. ധ്യാനിക്കുമ്പോൾ നമുക്ക് വളരെ പ്രകടമാണ്. കാരണം വിശുദ്ധ ചാവറയച്ചൻ, ഞങ്ങളുടെ പുണ്യപിതാവ്, സ്ഥാപക പിതാവ്, കേരളം കണ്ട ഏറ്റവും വലിയ വിശുദ്ധൻ, നവോത്ഥാന നായകൻ, പുണ്യപിതാവിനെ അനുസരണം, ബ്രഹ്മചര്യം, ദാരിദ്ര്യം, ഈ 3 വ്രതങ്ങൾക്ക് പുറമെ പുണ്യവാൻ ഒരു വ്രതം കൂടി എടുത്തിരുന്നു. പരമപുണ്യമായ എളിമ എന്ന പുണ്യം. ഈ എളിമ എന്ന പുണ്യം 4ാമത്തെ വ്രതം എടുത്തതുകൊണ്ട് ഒരു കാര്യത്തിലും ഞാനാണ് ഈ സഭ സ്ഥാപിച്ചത്, CMI CMC CTC സ്ഥാപിച്ചത് ഞാനാണെന്ന് ഒരു സ്ഥലത്തും ഔദ്യോഗികമായി പറയാനോ എഴുതാനോ പുണ്യവാന്റെ എളിമ മൂലം, അല്ലെങ്കിൽ റോക്കോ ശീഷ്മയുടെ പാഷണ്ഡത പടർന്നു പിടിച്ചപ്പോൾ ശീഷ്മകാലത്ത് പുണ്യവാനോട് റോക്കോസ് മെത്രാൻ, യാതൊരു അനൗദ്യോഗികമായ മെത്രാൻ, തിരുസഭ നിയമിക്കപ്പെടാത്ത മെത്രാൻ, ആ മെത്രാൻ റോക്കോസ് മെത്രാൻ പറഞ്ഞു, ചാവറയച്ചനെ ഞാൻ ബിഷപ്പാക്കാം, ഇത് എനിക്ക് അനുകൂലമായിട്ട് സംസാരിക്കണമെന്ന്. പുണ്യവാന്റെ വിശ്വസ്തതയും എളിമയും പുണ്യവാൻ പറഞ്ഞു, എത്രയും പെട്ടെന്ന് ഇന്ന് രാത്രി തന്നെ, ആരാലും അറിയപ്പെടാതെ, ഞാൻ തന്നെ കപ്പലും മാർഗത്തിൽ പോകാനുള്ള യാത്രാക്കൂലി തരാം, എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകാനാണ് പറഞ്ഞത്. അല്ലാണ്ട് ബിഷപ്പ് പട്ടം സ്വീകരിച്ചിട്ട് പിന്നീട് പ്രവർത്തിക്കല്ല ചെയ്തത്. പ്രിയപ്പെട്ടവരെ, അത്രയും എളിമയും ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വിശുദ്ധരായി കണക്കാക്കപ്പെട്ടിരുന്ന പുണ്യവാൻ തന്നെയാണ് ഇപ്പൊ ഇതിന് കാരണമായിട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പലരും ഇന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട്. വിശുദ്ധ ചാവറയച്ചനാണ് കേരളത്തിന്റെ നവോത്ഥാന നായകൻ, വിദ്യാഭ്യാസ പരിഷ്കർത്താവ്, സാമൂഹ്യ സമുദ്ധാരകൻ. ഒരുപാട് കാര്യങ്ങൾ ആദ്യമായിട്ട് കേരളത്തിൽ തുടങ്ങിയത് ഈ പുണ്യവാനാണ്. ഈ പുണ്യവാന്റെ എളിമ മൂലം പുണ്യവാന് ഈ ശക്തി കിട്ടിയത് വളരെ ചെറുപ്പത്തിൽ തന്നെ. അപ്പനും അമ്മയും ഏക സഹോദരനും മരണമടഞ്ഞപ്പോൾ ദിവ്യസക്രാരിക്കരികെ മണിക്കൂറുകൾ മുട്ടിന്മേൽ നിന്നുകൊണ്ട് കിട്ടിയ ദർശനങ്ങളാണ് പുണ്യവാനെ വിശുദ്ധനാക്കി മാറ്റിയത്. കേരളത്തെക്കുറിച്ച് വ്യക്തമായ ദർശനങ്ങൾ ദിവ്യകാരുണ്യത്തിന്റെ മുൻപിൽ നിന്ന് കിട്ടി. പ്രിയപ്പെട്ടവരെ, ഒരു വ്യക്തിയുടെ മുഖകാന്തി വർദ്ധിക്കുന്നത്, വിശുദ്ധി വർദ്ധിക്കുന്നത് മറ്റൊന്നുകൊണ്ടുമല്ല, ദിവ്യകാരുണ്യ സന്നിധിയിൽ ഇരിക്കുമ്പോൾ സങ്കീർത്തനങ്ങൾ 34:5 പ്രവർത്തനം, അവനെ നോക്കിയവർ പ്രകാശിതരായി. അതുകൊണ്ട് തന്നെ ഈ 4 അംഗങ്ങളെ പ്രതി ഇപ്പോൾ വലിയ ഭിന്നതയും പിളർപ്പും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് വ്യക്തമാക്കാതെ പോകരുത് എന്ന് വലിയൊരു ചാവറയച്ചനോട് അതീവ ഭക്തി പ്രകടിപ്പിക്കുന്ന ഒരു ചാവറ ഭക്ത തന്നെയാണ് ഞാൻ. സിസ്റ്ററിന്റെ കാർമൽ റൂഹ ടീമും എല്ലാ വർഷവും ഞങ്ങൾ കൈലകരിയിലേക്ക് പോകുന്നതും ചാവറയച്ചനോടുള്ള ഈ ഒരു സ്നേഹമാണ്. എളിമ എന്ന പുണ്യമാണ് ചാവറയച്ചനെ ഇത്തരത്തിലാക്കിയത്. ആദ്യ സഭാംഗങ്ങളാണ് വാഗയിൽ ഏലീശ വിധവ, അവളുടെ മകൾ അന്ന, ത്രേസ്യ, ക്ലാര. ഈ 4 അംഗങ്ങളോടുകൂടി പനമ്പ് മഠത്തിൽ പുണ്യപിതാവ് ചാവറയച്ചൻ ലയോപോൾദച്ചന്റെ സഹകരണത്തോടെ സ്ഥാപിച്ചു എന്നതാണ് സത്യമായിട്ട് സിസ്റ്റിനെ വ്യക്തമാക്കാനുള്ളത്, എല്ലാവരോടും പ്രഘോഷിക്കാനുള്ളത്. ആമേൻ.